സൺഡേ ആയപ്പോൾ അല്ലുവിനൊരേ വാശി, ഏച്ചീനെയും വാവേനെയും കാണണമെന്ന്. പിന്നെ ഏട്ടനൊന്നും ആലോചിച്ചില്ല, നേരെ വിട്ടു അങ്ങോട്ടേക്ക്. മോൻ്റെ ആഗ്രഹമല്ലേ, എന്നാൽ കുറച്ച് സമയം വാവേനെയൊക്കെ കളിപ്പിക്കാമല്ലോ. ആടെ എത്തി വണ്ടി നിർത്തിയതും അല്ലു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടം വെച്ചു കൊടുത്ത്. ആടെ വീട്ടുകൂടലിന് വാങ്ങിയ ചെടിയിൽ കുറേ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ചുവന്ന റോസാപ്പൂ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലു അത് മണപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ കയറി ഇരിക്കുമ്പോഴേക്കും അവർക്കൊരു ജോലി കിട്ടി. ആടെ ആര്യവേപ്പിലയുണ്ട്. ഏട്ടനോട് ആരോ പറഞ്ഞിട്ടുണ്ട് ആര്യവേപ്പില അരച്ച് തലയിൽ തേക്കുന്നത് താരം പോകാൻ നല്ലതാന്ന്. എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ചിട്ടാകാൻ കാര്യമെന്ന് പറഞ്ഞ് അവർ ആര്യവേപ്പില പറിക്കാൻ പോയി. പിന്നെ അവിടെ കണ്ടത് ആര്യവേപ്പിലയും അവരും തമ്മിലുള്ള യുദ്ധമായിരുന്നു. രണ്ടുപേര് എത്തിപ്പിടിച്ച് കുറേ ആര്യവേപ്പില കയ്യിൽ പറിച്ചു കൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു കൃഷ്ണകിരീടം ബാക്കിയുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൃഷ്ണകിരീടം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുന്നത്? എന്താ അങ്ങനെ ഇവർ ആര്യവേപ്പിലൊക്കെ പറിച്ചു കഴിഞ്ഞ്. വീട്ടിലായിട്ട് സപ്പോട്ട മരത്തിൽ നിറച്ച് സപ്പോട്ട ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പുഴയ്ക്കേക്ക് പോകാമല്ലോ എന്നായി അവരെ തീരുമാനം. അങ്ങനെ പുഴയ്ക്കേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ നടന്നു പോകാൻ തുടങ്ങി. പുഴ വീട്ടിൻ്റെ കുറച്ച് താഴെയാണ്. എന്നെ കൂട്ടിയാതെയാണ് പോകുന്നതെന്നുള്ള ഇതിൽ പിണക്കത്തിലാണ് വാവയുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന റാട്ടയാണിത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തൊക്കെ പറയുന്നത്? അങ്ങനെ അവർ രണ്ടാളും കൂടി നടത്താൻ തുടങ്ങി. നടന്ന് പുഴേൻ്റെ അടുത്തെത്താനായി. ജർമ്മനിയിലിരുന്ന് ഈ വീഡിയോ കാണുമ്പം നാടൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും. നാട്ടിലെ പുഴയും പച്ചപ്പും ഇതൊക്കെ വല്ലാതെ ഒരു ഓർമ്മകളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഏട്ടൻ്റെ വീടും പെങ്ങളെ വീടും പുഴയുടെ തൊട്ടടുത്താണ്. ഞങ്ങൾ വേനൽക്കാലത്തൊക്കെ പുഴയിൽ പോയിട്ട് അലക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ പുഴയെ കാണുമ്പോൾ ആകെ ഒരു ശോചനീയാവസ്ഥയാണ്. സങ്കടം തോന്നുന്നു. പുഴയൊക്കെ ആകെ മെലിഞ്ഞുണങ്ങിയ പോലെയുണ്ട്. വെള്ളമൊക്കെ തീരെ കുറഞ്ഞു പോയി. ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അല്ലു അങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്, ഏച്ചി പിന്നാലെ. അങ്ങനെ അവർ പുഴയിലേക്ക് ഇറങ്ങി. പുഴേൻ്റെ ആ സൈഡിലൊരു പൂമ്പാറ്റ പാറിക്കളിക്കുന്നുണ്ട്. പുഴ കണ്ടപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു നീന്തം പഠിക്കണമെന്ന്. പക്ഷെ ഇന്നേ വരെ അത് സാധിച്ചിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും പഠിക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട് മനസ്സിൽ. അല്ലുവിനെ പഠിപ്പിക്കാൻ കുറേ പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിലും അവനിടയ്ക്ക് പേടി കാരണം പുഴയിലിറങ്ങാൻ മടിയായിരുന്നു. ഇപ്പം കുറച്ച് പേടിയൊക്കെ കുറഞ്ഞതുപോലെയുണ്ട്. ചെറുപ്പത്തിൽ അവന് പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു തവണ ഞങ്ങൾ അലക്കാൻ പോയപ്പോൾ അവനൊന്നും ചെറുതായി മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ പേടിയായിരുന്നു. നീന്തം പഠിക്കാൻ വിളിച്ചാൽ മാത്രം വരില്ല, പക്ഷെ വെള്ളത്തിൽ കളിക്കാൻ പേടിയൊന്നുമില്ല. അങ്ങനെ അവർ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. ഇപ്രാവശ്യമെങ്കിലും അല്ലുവിനെ നീന്തം പഠിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എല്ലാവരും നീന്തം പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴാണ് വെള്ളം കയറുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പുഴയെ ഇങ്ങനെയൊക്കെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും പക്ഷെ മഴക്കാലം വന്നാൽ ഇവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. വെള്ളം വീട്ടിൻ്റെ അകത്തോളം കയറാറുണ്ട്. ഞങ്ങൾ മഴ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാതെ ചില സമയത്ത് വെള്ളം കയറുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കും. അതൊരു ചെറിയൊരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും പുഴയടുത്തുള്ളത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. പുഴയ്ക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം പുഴയിൽ അലക്കാനുള്ള കല്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ അവർ പുഴയിൽ കളിക്കുകയും അവസാനം വീട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി അവർക്കൊരു ഇളനീര് കിട്ടി. പിന്നെ ഇളനീരുമായിട്ടായി അവരുടെ യുദ്ധം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ, ച്യൂസ്.